ഈശോമിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. കേരളത്തിലെ പ്രധാനപ്പെട്ട കുരിശുമലകൾ പരിചയപ്പെടുത്തുന്ന കുരിശുമലകൾ എന്ന ഈ പ്രോഗ്രാമിലേക്ക് ഗുഡ്നസ് ടിവിയുടെ എല്ലാ പ്രേക്ഷകർക്കും ഹൃദ്യമായ സ്വാഗതം. ഇടുക്കി ഹൈറേഞ്ചിൻ്റെ പ്രവേശന കവാടമായ കോതമംഗലത്തുള്ള ഒരു പ്രധാനപ്പെട്ട കുരിശുമലയാണ് ഇന്ന് ഞങ്ങൾ പരിചയപ്പെടുത്താൻ പോകുന്നത്. കോതമംഗലം ടൗണിൽ നിന്നും ഏകദേശം 7 കിലോമീറ്റർ മാറിയുള്ള സെൻറ് തോമസ് നാടുകാണി ദേവാലയം. ഈ ദേവാലയത്തോട് ചേർന്നുള്ള നാടുകാണി കുരിശുമലയിലേക്കാണ് ഇന്ന് നമ്മൾ കയറാൻ പോകുന്നത്. പ്രാരംഭ പ്രാർത്ഥന. സ്വർഗത്തിലേക്കുള്ള വഴി ഞെരുക്കമുള്ളതും വാതിലിടുങ്ങിയതുമാണെന്ന് ഞങ്ങളെ അറിയിച്ച കർത്താവേ, ജീവിതത്തിൻ്റെ ഓരോ ദിവസവും ഞങ്ങൾക്കുണ്ടാകുന്ന വേദനകളും കുരിശുകളും സന്തോഷത്തോടെ സഹിച്ചുകൊണ്ട് ആ ഇടുങ്ങിയ വഴിയിൽ കൂടി സഞ്ചരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. പ്രിയമുള്ളവരെ, നമ്മളിപ്പോൾ നാടുകാണി കുരിശുമലയുടെ അടിവാരത്തെത്തിയിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ പ്രാരംഭ പ്രാർത്ഥന ചൊല്ലിയത് ഇവിടെയുള്ള സെൻറ്റ് ജോർജിൻ്റെ നാമധേയത്തിലുള്ള ഈ ഒരു കപ്പേളയിലാണ്. നമുക്ക് വേണ്ടി ഇപ്പോൾ പ്രാരംഭ പ്രാർത്ഥന ചൊല്ലി ഇതിന് ആരംഭം കുറിച്ചത് പൂയംകുട്ടി ഇടവക വികാരിയായ ഫാദർ ജോസച്ചനാണ്. ഒപ്പം നമ്മുടെ കൂടെ ഇപ്പോൾ നാടുകാണി സെൻറ്റ് തോമസ് ദേവാലയത്തിൻ്റെ ഇടവക വികാരിയായ ഫാദർ റോബിൻ പടിഞ്ഞാറേ കുറ്റച്ചനും ഒപ്പം തന്നെ ബഹുമാനയുടെ സിസ്റ്റേഴ്സും ഒപ്പം ഈ ഒരു സെൻറ്റ് തോമസ് ഇടവകയിലെ വിശ്വാസികൾ എല്ലാവരും കൂടി ചേർന്നാണ് നമ്മൾ ഇന്ന് ഈ ഒരു മല കയറുന്നതിലൂടെ തന്നെ നമുക്ക് ഈ മലയെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങളൊക്കെ അറിയാം. അതിന് തന്നെ നമുക്ക് ഈ ഒരു ദേവാലയത്തെക്കുറിച്ചും ഇതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചൊക്കെ നമുക്ക് വികാരിയച്ചൻ നമ്മളോടൊപ്പം സംസാരിക്കും. നാടുകാണി സെൻറ്റ് തോമസ് ഇടവക ഏതാണ്ട് 75 വർഷക്കാലത്തോളം പാരമ്പര്യമുള്ള ഒരു ഇടവകയാണ്. ഈ കാലയളവിലൊക്കെ ദേവദാസനായിരുന്ന ധന്യപദവിയിലേക്ക് ഉയർത്തപ്പെട്ട ജോസഫ് പഞ്ഞിക്കാരനച്ചൻ്റെ പ്രവർത്തന മേഖലകളുടെ ഒരു പ്രധാനപ്പെട്ട ഇടവായിരുന്നു നാടുകാണി എന്ന് പറയുക. ഇവിടെയുള്ള സാധാരണക്കാരായ ആളുകൾക്കിടയിൽ അദ്ദേഹം ഒരുപാട് പ്രവർത്തിച്ചിട്ടുണ്ട്. പിന്നീട് ഈശോച്ചൻ വികാരിയായിരുന്ന കാലഘട്ടം മുതൽ ദേവാലയത്തിൻ്റെ സ്ഥാപനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇവിടെ നടക്കുകയും ബഹുമാനപ്പെട്ട കച്ചിറമറ്റോച്ചൻ്റെയും ആര്യപ്പിള്ളച്ചൻ്റെയും ശ്രമഫലമായിട്ട് ദേവാലയം പൂർത്തീകരിക്കപ്പെടുകയും ചെയ്തു. കഴിഞ്ഞൊരു 75 വർഷക്കാലം വളരെ സഭാത്മകമായി വലിയ ആത്മീയതയിൽ അടിയുറച്ച് മുൻപോട്ട് പോയ ഒരു പാരമ്പര്യമാണ് ഈ നാടുകാണി ഇടവക സമൂഹത്തിനുള്ളത്. കോതമംഗലം രൂപതയുടെ കീഴിൽ വരുന്ന ദേവാലയമാണ്. കോതമംഗലം ടൗണിനോട് ചേർന്ന് നിൽക്കുന്ന, ടൗണിൻ്റെ എക്സ്റ്റൻഷൻ എന്ന് വേണമെങ്കിൽ പറയാൻ കഴിയുന്ന അത്രയും ടൗണുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു പ്രദേശമാണ്. പക്ഷേ സാധാരണക്കാരായ ആളുകൾ ജീവിക്കുന്നു. ഒപ്പം തന്നെ ടൗണിൻ്റേതായ ബുദ്ധിമുട്ടുകളോ തിരക്കുകളോ ഒന്നുമില്ലാതെ വളരെ സ്വസ്ഥമായിട്ട് ജീവിക്കാൻ കഴിയുന്ന, വളരെ സന്തോഷകരമായിട്ട് ജീവിക്കാൻ കഴിയുന്ന, തിരക്കുകളില്ലാതെ ജീവിക്കാൻ കഴിയുന്ന നല്ലൊരു ഇടമാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ആത്മീയ നിറവിലാണ് നാടുകാണി സെൻറ്റ് തോമസ് ദേവാലയം സ്ഥിതി ചെയ്യുക. ഈ ദേവാലയത്തിൻ്റെ ഒരു വലിയ സമ്പത്താണ്, വലിയൊരു ഐശ്വര്യമാണ് നമ്മുടെ ഈ കുരിശുമല എന്ന് പറയുക. ധാരാളം വിശ്വാസികൾ കേരളത്തിൻ്റെ പല ഭാഗത്തു നിന്ന് വന്ന് മല കയറുന്നുണ്ട്. കേരളത്തിന് പുറത്തുനിന്ന് പോലും ആളുകൾ വന്ന് മല കയറുന്നുണ്ട്. ഒത്തിരിയേറെ ആളുകൾ വന്ന് കയറുന്നുണ്ട്. ഒരു ആത്മീയതയുടെ നിറവുള്ള ഇടമാണ്. ഒപ്പം തന്നെ പ്രകൃതി രമണീയമായ വളരെ മനോഹരമായൊരു ഇടമാണ്. എന്ന് വെച്ചാൽ ഒരിക്കൽ കയറി കഴിഞ്ഞാൽ ഇറങ്ങിപ്പോകാൻ തോന്നാത്ത തരത്തിൽ അത്രമാത്രം മനോഹരമായിരിക്കുന്ന ഒരിടമാണ് നാടുകാണി കുരിശടി എന്ന് പറയുക, ഈ കുരിശുമുടി എന്ന് പറയുക. അത് ഈ നാടിൻ്റെ ഒരു വികാരം കൂടിയാണ് ഈ കുരിശുമുടി എന്ന് പറയുക. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു നാടുകാണി കുരിശുമല നമുക്ക് കയറാൻ ആരംഭിക്കാം. 1.5 കിലോമീറ്ററോളം ദൂരമാണ് മുകളിലേക്കുള്ളത്. പോകുന്ന വഴിക്ക് തന്നെ നല്ല കുത്തനെയുള്ള കയറ്റങ്ങളൊക്കെ ഉണ്ട്, കുറച്ച് കഷ്ടപ്പാടൊക്കെയാണ്. എന്തായാലും നമുക്ക് പ്രാർത്ഥിച്ച് ഒരുമിച്ച് തന്നെ നമുക്ക് ഈ മല കയറാം. നാലാം സ്ഥലം ഈശോ വഴിയിൽ വെച്ച മാതാവിനെ കാണുന്നു.
അങ്ങനെ നമ്മൾ നാടുകാണി കുരിശുമലയുടെ ഏകദേശം 4ാം സ്ഥലം വരെ എത്തി നമ്മൾ പ്രാർത്ഥിച്ച് നിൽക്കുകയാണ്. ഇവിടെ എത്തുമ്പോൾ നമുക്ക് ഈ ഒരു കുരിശുമലയുടെ ഒരു ഏകദേശം ചിത്രം നമുക്ക് ലഭിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുകയാണെങ്കിൽ, എൻ്റെ പുറകിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുകയാണെങ്കിൽ അത് ഏറ്റവും മുടിയുടെ ഏറ്റവും മുകളിലുള്ള കുരിശ് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ സാധിക്കും. വളരെ കുത്തനെയുള്ളൊരു കയറ്റമാണ് ഇനി അങ്ങോട്ട്. ഇതിൻ്റെ ഒരു ചരിത്രത്തെക്കുറിച്ച് നമുക്ക് അറിയാം. എനിക്കൊന്ന് കൈക്കാരൻ, എൻ്റെ പേര് ജോബ് അല്ല, നമ്മൾ പറയും. എത്ര വർഷമായി ചേട്ടാ ഈ ഒരു കുരിശുമല നമുക്ക് ഇവിടെ സ്ഥാപിതമായി? നാടുകാണി സെൻറ്റ് തോമസ് പള്ളി സ്ഥാപിതമായത് ഏകദേശം 1937 അന്ന് തൊട്ട് ഈ മലയിൽ ഇങ്ങനെ നമ്മുടെ ഈ മാർത്തമ്മ പള്ളിയായിട്ട് ബന്ധപ്പെട്ടിട്ട് മലകയറ്റം ഉണ്ടായിരുന്നു. അന്നൊക്കെ സാധാരണ ദുഃഖ വെള്ളിയാഴ്ചയും പെരുന്നാളുടെ സമയത്തും 2 പ്രാവശ്യമാണ് സാധാരണ മല കയറിക്കൊണ്ടിരുന്നത്. പിന്നീട് അത് മാറി വന്നിട്ട് ഇപ്പോൾ എല്ലാ സീസണിലും എല്ലാ ദിവസവും തന്നെ എല്ലാം നോയമ്പ് കാലത്ത് മാത്രമല്ല അല്ലാത്തപ്പോഴും തീർത്ഥാടകരും നാനാജാതി മതസ്ഥർ കയറിയിറങ്ങുന്ന ഒരു മലയാണിത്. ഇപ്പം ഏകദേശം ഒരു 100 വർഷത്തിന് അടുക്കുന്നു അല്ലേ? ഒരു ദേവാലയം വന്നിട്ട് ഇപ്പൊ 2026 37 90 വർഷത്തോളം. ഇപ്പൊ ആ ഒരു കാലഘട്ടത്തിലൊക്കെ ഇവിടെ എങ്ങനെയായിരുന്നു നിങ്ങൾ കയറാൻ? ഇത്തരത്തിൽ തന്നെ ഇങ്ങനെ തന്നെ കിടക്കായിരുന്നു, അല്ലെങ്കിൽ മറ്റ് വന്യമൃഗങ്ങളൊക്കെ ശല്യം അല്ലെങ്കിൽ അത്തരത്തിലൊക്കെ ഉണ്ടായിരുന്നു? അന്നത്തെ കാലത്ത് ഈ കാട്ടുപന്നി, കുരങ്ങ് അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഞങ്ങൾ കയറി വരുമ്പോൾ കാണായിരുന്നു. അന്ന് ഇങ്ങനെയുള്ള വിശാലമായിട്ടുള്ള വഴിയോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഒരു ഒറ്റയടിപ്പാത പോലെ ഇങ്ങനെയുള്ള ഇതായിരുന്നു. അന്ന് ഹാൻഡ് റെയിൽസോ ഇതുപോലെ ഈ 14 സ്ഥലങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. കാലാകാലങ്ങളിൽ വന്ന വികാരി അച്ഛന്മാരും ഈ ഇടവക സമൂഹം എല്ലാം കൂടിയാണ് ഇന്നത്തെ രീതിയിൽ ഈ സ്ഥലം ഇങ്ങനെ ആക്കിയെടുത്തത്. നോയമ്പ് കാലത്ത് ഈ വലിയ നോയമ്പിൽ നമ്മൾ ആദ്യം തൊട്ട് ഇനി അടുത്തയാഴ്ച തുടങ്ങും. നമ്മൾ ഈ ഇത് മുഴുവൻ രാത്രി പോലും കയറി ഇറങ്ങത്തക്ക രീതിയിൽ ലൈറ്റും സംവിധാനങ്ങളെല്ലാം അറേഞ്ച് ചെയ്യും. എന്തായാലും വളരെ മനോഹരമായ ഒരു മലയാണ് നാടുകാണി കുരിശുമല. കയറാൻ അല്പം ബുദ്ധിമുട്ടുണ്ടെങ്കിലും നമുക്ക് അതിൻ്റേതായ ഒരു ബുദ്ധിമുട്ടുകളൊക്കെ ഒഴിവാക്കി ഈ ഒരു പ്രകൃതിയുടെ നല്ലൊരു കാറ്റും അങ്ങനെ നല്ലൊരു കാലാവസ്ഥ നമുക്ക് ഒരുക്കി കിട്ടുന്നുണ്ട് ഇവിടെ. എന്തായാലും നമുക്ക് മലകയറ്റം പുനരാരംഭിക്കാം. നാലാം സ്ഥലത്ത് നിന്ന് നമ്മൾ 2 സ്ഥലം കയറിയപ്പോൾ 6ാം സ്ഥലം വരെ എത്തിയിരിക്കുകയാണ്. എന്തായാലും ഇപ്പോൾ ഈ ഒരു കുരിശുമലയുടെ ഇതുമായി ബന്ധപ്പെട്ട് വർഷങ്ങളോളം ഇവിടെ ഉണ്ടായിരുന്നവരാണ്. ഒപ്പം പള്ളിയുടെ ദേവാലയ കൈക്കാരന്മാരുമായിട്ടും മറ്റ് പ്രധാന മേഖലയിലൊക്കെ പ്രവർത്തിച്ചവരാണ് കൂടെയുള്ളത്. ഇതിൻ്റെ പ്രവർത്തനങ്ങളിൽ ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും ഓരോ സ്ഥലങ്ങൾ 14 സ്റ്റേഷൻസ് ഇവിടെ വെച്ചിട്ടുണ്ട് മനോഹരമായി തന്നെ. ഒപ്പം ചെറിയ ബിൽഡിംഗ് കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ പ്രവർത്തനങ്ങളൊക്കെ തന്നെയായിരുന്നു ആദ്യ കാലഘട്ടങ്ങളിൽ, വാഹനങ്ങളൊക്കെ കയറി വരാൻ ബുദ്ധിമുട്ടുള്ള സമയങ്ങളിലൊക്കെ? ആദ്യ നാളുകളിലൊക്കെ നമ്മളിവിടെ സാധനങ്ങളെല്ലാം താഴ്ന്ന് ചുമന്ന് ഓരോരുത്തർ മാറി മാറി ചുമന്നാണ് ഞായറാഴ്ച ദിവസം പുതുപ്പണി വെച്ചിട്ട് എല്ലാവരും 300-350 ആൾക്കാർ നിരന്ന് നിന്ന് ചുമന്നാണ് സാധനങ്ങളെല്ലാം മുകളിൽ കയറ്റിയത്. പിന്നെ കുറച്ച് ഭാഗം പിന്നെ കോൺക്രീറ്റ് ചെയ്ത് കുറേ വണ്ടി കയറി 6 സ്ഥലം വരെ വണ്ടി വരും, അവിടം വരെ എത്തി. ഇനി പിന്നെ ഓരോ സ്ഥലങ്ങളും ഇങ്ങനെ എല്ലാവരും തലച്ചുമടായിട്ട് ഈ മിറ്റിലും മണലും അതെല്ലാം ചുവന്നാണ്, അതെല്ലാം സിമെൻറ്റ് കട്ട എല്ലാം ചുവന്നാണ് മുകളിലെത്തിച്ചാണ് എല്ലാവരും മാറി മാറി ചുവന്നാണ് എത്തിച്ചത്. ഇങ്ങനെ ഞായറാഴ്ചകളിലപ്പോൾ നിങ്ങൾ ഇടവക്കാർക്ക് എല്ലാവരും ഒരുമിച്ച് വരുമോ, അല്ലെങ്കിൽ ഏതെങ്കിലും യൂണിറ്റുകാരോ അങ്ങനെയാണോ? എല്ലാവരും ഒരുമിച്ച് വന്ന് ഞായറാഴ്ചത്തെ കുർബാന രാവിലത്തെ കുർബാന വൈകിട്ട് വെച്ചിട്ട് രാവിലെ എല്ലാവരും വന്ന് പുതുപ്പണിയായിട്ട് ചെയ്ത് അങ്ങനെ പോകും. എനിക്കൊന്ന് ഇപ്പോൾ തന്നെ നമ്മൾ നിൽക്കുമ്പോൾ കാറ്റുള്ളതുകൊണ്ട് അറിയില്ല, എങ്കിലും നല്ലൊരു ചൂടുള്ളൊരു സ്ഥലം കൂടിയാണ്. ഒപ്പം പാറകൾ മാത്രമേ നമുക്കിവിടെ കാണാൻ സാധിക്കുള്ളൂ, മണ്ണൊന്നും അങ്ങനെ അധികം ഇല്ലാന്ന് തന്നെ പറയാം. പാറ കൂടെ തന്നെ പടാം. നല്ലൊരു ചൂടുള്ള സമയമൊക്കെ ആയിരുന്നില്ലേ? എങ്ങനെയായിരുന്നു ആ ഒരു കഷ്ടപ്പാടൊക്കെ? ചൂടുള്ള സമയമാണെങ്കിൽ നല്ല കാറ്റുണ്ട്, അതുകൊണ്ട് നമുക്ക് ചൂടങ്ങനെ തോന്നണില്ലായിരുന്നു. നല്ലൊരു കാലാവസ്ഥയാണ്. മുകളിൽ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇറങ്ങി പോരാൻ തോന്നുന്നില്ല, അത്രയും നല്ലൊരു അന്തരീക്ഷമാണ്. ഓക്കെ, എന്തായാലും ഒരു വളരെ കഷ്ടപ്പാടുകൾ ഇത്തരത്തിലൊരു കുരിശുമല ഒരുപാട് ജനങ്ങൾക്ക് അനുഗ്രഹമാണ്. എനിക്ക് തോന്നുന്നു പ്രത്യേകിച്ച് ഈ ഒരു നാടുകാണി അല്ലെങ്കിൽ കോതമംഗലത്തിൽ തന്നെ ഒരു അനുഗ്രഹമായിട്ടാണ് ഈ ഒരു കുരിശുമല നിൽക്കുന്നത്. അപ്പോൾ ഈ ഒരു കുരിശുമലയുടെ ഈ ഒരു അനുഗ്രഹത്തിന് പിന്നിൽ ഒരുപാട് പേരുടെ, പ്രത്യേകിച്ച് ഈ നാടുകാണി സെൻറ്റ് തോമസ് ദേവാലയത്തിലെ വിശ്വാസികളുടെ വളരെ കഷ്ടപ്പാടുകൾ ഉണ്ടായിട്ടുണ്ട്. തീർച്ചയായിട്ടും നമ്മൾ ഈ ഒരു കുരിശുമലയെക്കുറിച്ച് അറിയുമ്പോൾ, ഈ ഒരു മല കയറുമ്പോൾ അവരന്ന് അനുഭവിച്ച ആ കഷ്ടപ്പാടുകളൊക്കെ നമുക്ക് ഓർക്കേണ്ടതുണ്ട്. നമ്മളിവിടുത്തെ കുത്തനെയുള്ള ആ ഒരു കയറ്റം കയറിക്കൊണ്ടിരിക്കുകയാണ്. വിശ്വാസികൾക്ക് ഈ ഒരു കയറ്റം കയറാനുള്ളൊരു ബുദ്ധിമുട്ട്
ഇല്ലാതിരിക്കാൻ വേണ്ടി ഇവിടെ കൈവരികൾ സ്ഥാപിച്ചിട്ടുണ്ട്. അങ്ങനെ നടന്ന് നമ്മളിപ്പോൾ 11ാം സ്ഥലം വരെ എത്തിയിരിക്കുകയാണ്. നമ്മൾ താഴെ നിന്ന് കണ്ട ആ കുത്തനെയുള്ള ആ കയറ്റമൊക്കെ നമ്മളിപ്പോൾ കയറി. വളരെ കഷ്ടപ്പാട് തന്നെയായിരുന്നു സത്യം പറഞ്ഞാൽ. സ്റ്റെപ്പുകളൊക്കെ പണിതുണ്ടെങ്കിലും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇരുമ്പിൻ്റെ കൈവേരിയൊക്കെ ഉണ്ടെങ്കിലും വളരെ ബുദ്ധിമുട്ട് തന്നെയായിരുന്നു. പക്ഷേ നമ്മൾ ഈ കയറും തോറും നമ്മൾക്ക് ഈ ഒരു നാടുകാണി കുരിശുമലയുടെ ആ ഒരു സൗന്ദര്യം ഉണ്ടല്ലോ, നമ്മൾ ആ ചുറ്റും ഒന്ന് നോക്കുമ്പോൾ കണ്ണോടിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു സൗന്ദര്യമായിരുന്നു പിന്നെ വീണ്ടും നമ്മളെ കയറ്റുന്നത്. ഒപ്പം നമ്മുടെ ആ ഒരു കുരിശിൻ്റെ വഴി ചൊല്ലിക്കൊണ്ടുള്ള ഒരു പ്രാർത്ഥനയിലൂടെ നമ്മൾ കയറുമ്പോൾ ആ പ്രാർത്ഥനയും നമുക്ക് ഈ ഒരു മല കയറാനുള്ള ശക്തി നമുക്ക് നൽകുന്നുണ്ട്. എന്തായാലും നമുക്കിപ്പോൾ ഇവിടെ നിൽക്കുമ്പോൾ തന്നെ വർഷങ്ങളായിട്ട് ഈ മല കയറുന്ന ആളുകളൊക്കെയാണ് എൻ്റെ ചുറ്റിലേക്കുള്ളത്. നമുക്ക് ഇവരോട് ചോദിക്കാം, ഈ ഒരു നാടുകാണി കുരിശുമല, വിശുദ്ധ തോമാസ് ശ്ലീഹായുടെ നാമധേയത്തിലുള്ള ഈ ഒരു കുരിശുമല കയറുമ്പോൾ അവർക്ക് ലഭിക്കുന്ന അവർക്ക് ലഭിക്കുന്ന ആനന്ദത്തെക്കുറിച്ചും അല്ലെങ്കിൽ അനുഭവത്തെക്കുറിച്ചൊക്കെ നമുക്ക് ചോദിക്കാം. ചേട്ടൻ പറയാനുള്ളത് പേരെന്താണ് ചേട്ടൻ്റെ? എൻ്റെ പേര് ഫ്രാൻസിസ്. ഓക്കെ. എത്ര വർഷമായിട്ട് മല കയറുന്നുണ്ട്? ഞാൻ വർഷങ്ങളായിട്ട് കൊച്ചുനാൾ മുതൽ മല കയറിക്കൊണ്ടിരിക്കുന്ന ആളാണ്. ഈ മല കയറുന്നതാണ്. എങ്ങനെയാണ് ഈ ഒരു മല കയറുമ്പോൾ ഒരു അനുഭവമൊക്കെ ഒന്ന് ഷെയർ ചെയ്യാം പ്രേക്ഷകർക്ക് വേണ്ടി? മല കയറുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ താഴെ നിന്ന് കുരിശിൻ്റെ വഴിയായിട്ട് തന്നെ എല്ലാ വർഷങ്ങളും കയറിക്കൊണ്ടിരിക്കുന്ന കുരിശിൻ്റെ വഴിയായിട്ടാണ് കയറുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുരിശിൻ്റെ വഴി പ്രാർത്ഥനയിൽ കയറുമ്പോൾ എത്ര പറ്റില്ലാത്തവരും ഈസി ആയിട്ട് മലയിൽ കയറുമെന്ന് പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് ഇറങ്ങിപ്പോകാറുണ്ട്. മുപ്പത്തൊമ്പത് വർഷത്തെ അനുഭവം വെച്ച് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് ഈ ഭാഗത്ത് നമ്മുടെ ഒരു മരക്കുരിശായിരുന്നു. അത് കഴിഞ്ഞ് രണ്ടാമത്തെ ഇത് വന്ന് വേറെ അച്ഛൻ വന്നു കഴിഞ്ഞപ്പോൾ അതൊരു പൈപ്പും കൊണ്ടുള്ള കുരിശായി. പിന്നെ മൂന്നാമത്തെ ഇത് വന്നു കഴിഞ്ഞപ്പോൾ നമ്മുടെ ജിനോ പുന്നമറ്റച്ഛൻ്റെ കാലഘട്ടത്തിൽ ഇത് ഓരോ കുരിശും ഓരോ 14 സ്ഥലവും സ്പോൺസർ ചെയ്തിട്ടുണ്ട്. ഓരോരുത്തർ എല്ലാ പേരും അഡ്രസ്സും അതിൽ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ അത് ചെയ്തു തീർക്കാൻ ഇതായിട്ട് എല്ലാ ഞായറാഴ്ചയും കുർബാന വൈകുന്നേരമാക്കിയിട്ട് പൊതുജനങ്ങളുടെ ഭാഗത്തുനിന്നുള്ള കട്ടയും ഇഷ്ടിയും സിമെൻ്റൊക്കെ ചുമന്ന് കയറ്റിക്കൊണ്ടുപോയാണ് നമ്മളന്ന് ഇത് പണിത്. അതിനിടയ്ക്ക് ഇങ്ങനെ നമ്മുടെ ഈ വർഷങ്ങൾ കയറിക്കൊണ്ടിരുന്നപ്പോൾ ഒരു വർഷം എനിക്കന്ന് ചെറുതായിട്ട് ഓർമ്മയുള്ളൂ. അന്ന് വൈകുന്നേരം നേരം കയറിക്കൊണ്ടിരുന്ന മല. അന്ന് താഴെ വെച്ച് നമ്മളൊരു പഴയ അന്ന് പള്ളിയിലത്തെ ഒരു കപ്പ്യാരുണ്ടായിരുന്ന ചേട്ടൻ പുള്ളി മരണപ്പെട്ടു. അതിനുശേഷം പിന്നെ നമ്മളെല്ലാം രാവിലെ ആക്കി കയറ്റങ്ങളൊക്കെ. അങ്ങനെയാണ് നമ്മൾ മലകയറ്റം. പിന്നെ മേളിലൊരു നമ്മുടെ ഒരു ചാപ്പലുണ്ട്. ചാപ്പലിൻ്റെ ആണെങ്കിൽ അന്നുകൊണ്ട് ഒരു 10, 300, 350 ആൾക്കാർ താഴെ തൊട്ട് ഇഷ്ടേ കൈമാറി ഓരോ സ്ഥലത്ത് സ്റ്റെപ്പ് തീർന്ന് അവിടെ വയ്ക്കും. പിന്നെ അടുത്ത സ്റ്റെപ്പിൽ മുകളിലേക്ക് ഇങ്ങനെ പോയി അങ്ങനെ കൈമാറിയാണ് നമ്മുടെ ഇന്നത്തെ ചാപ്പലുണ്ടാക്കിയത്. നമ്മളവിടെ ചെല്ലുമ്പോൾ കാണാൻ ചാപ്പല. പന്ത്രണ്ടാം സ്ഥലം ഈശോ മിശിഹാ കുരിശിൽ മരിക്കുന്നു. ഈശോ മിശിഹായെ ഞങ്ങളങ്ങേ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശ്വസിച്ചാൽ അങ്ങ് ലോകത്തെ വീണ്ടെടുത്തു. അങ്ങനെ നമ്മൾ കുരിശുമല കയറി 13ാമത്തെ സ്ഥലം നമ്മൾ എത്തിയിരിക്കുകയാണ്. ആ ഒരു പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും ബുദ്ധിമുട്ടേറിയ എന്ന് തോന്നുന്ന എല്ലാ സ്ഥലങ്ങളും നമ്മളിപ്പോൾ കയറി ഇവിടെ എത്തിയിരിക്കുകയാണ്. ആദ്യം മുതലേ നമ്മുടെ ഒപ്പം കയറാനായിട്ട് ബഹുമാനയുടെ സിസ്റ്റേഴ്സും അതോടൊപ്പം തന്നെ ഇടവകയിലെ തന്നെ കുറച്ച് ചേച്ചിമാരൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും ഇവരോട് നമുക്ക് ചോദിക്കാം ഇപ്പോൾ ഈ ഒരു മല കയറിയതിൻ്റെ അനുഭവം. സിസ്റ്റർ മദറാണ് അല്ലേ? ഓക്കെ. ആദ്യമായിട്ടാണോ മല കയറുന്നത്? ഞാനിപ്പോൾ ഇത് 2ാമത്തെ പ്രാവശ്യം കയറുന്നത്. ഈ വർഷമാണ് നാടുകാണിയുടെ വേലിക്ക് വന്നത്. 2ാമത്തെ പ്രാവശ്യം കയറുന്നത്. ഇത് കയറാൻ നേരത്ത് താഴെ വരുമ്പോൾ 3 സ്ഥലം വരെ കയറുള്ളൂ എന്നോർത്താണ് നമ്മൾ പോരുന്നത്. പക്ഷെ ഓരോ സ്ഥലം കയറുമ്പോൾ നമുക്ക് പ്രത്യേക ഒരു എനർജി കിട്ടുവാണ്. പിന്നെ ഇവിടം വരെ കയറി വന്ന് വലിയൊരു ഭാഗ്യവെട്ടാൻ കാണുവാണ്. കാരണം നമ്മൾ ഈ മലയുടെ മുകളിൽ കയറി എന്ന് കഴിഞ്ഞാൽ നമുക്ക് പ്രത്യേക ഒരു ഗ്രേസ് കിട്ടുക, ഒരു പ്രത്യേക ദൈവകൃപ അനുഗ്രഹവും ഒക്കെ. പിന്നെ നമ്മൾ പ്രാർത്ഥിക്കുന്ന കാര്യങ്ങൾക്കൊക്കെ ഉത്തരം കിട്ടുന്നുണ്ട് മല കയറുന്നതിന് വഴി. പിന്നെ ഇത് കാണുമ്പം ഈ നാടും നഗരവും മുഴുവൻ നമുക്ക് കാണാൻ പറ്റും. ഇത് വലിയ ഭാഗ്യവെട്ടാൻ കരുതുവാണ്. ക്ഷീണമൊന്നുമില്ല, ക്ഷീണമൊക്കെ തീർന്നു. അതാ ചോദിച്ചു, ഇത്രയും കുത്തനെയുള്ള കയറ്റമൊക്കെ കയറിയിട്ട് ഒരു പ്രശ്നമില്ല അല്ലേ? ഒരു പ്രശ്നമില്ല, വളരെ സന്തോഷമാണ്. എന്തായാലും അത് തന്നെ നമുക്ക് നൽകുന്നൊരു ഉറപ്പുണ്ട്. കാരണം ആർക്കും ഈ ഒരു മല വളരെ താഴെ നിന്ന് കണ്ടാൽ നമുക്കൊരു പക്ഷേ ഈ ഒരു നാടുകാണി മല നമുക്ക് ഭയപ്പെടുത്തുമായിരിക്കാം. ആ ഒരു കുത്തനെയുള്ള കയറ്റമൊക്കെ നമ്മളെ ഭയപ്പെടുത്താം. ഞങ്ങളെയും ഭയപ്പെടുത്തിയായിരുന്നു ആദ്യം വരുന്ന സമയത്ത്, ഈ മല ഞങ്ങളെങ്ങനെ കയറുമെന്നുള്ളത്. പക്ഷേ ആർക്കും കയറാം, പ്രാർത്ഥിച്ച്
ആ ഒരു എന്താ പറയുക, ഒരു ചൈതന്യത്തോടെ നമ്മൾ കയറുകയാണെങ്കിൽ തന്നെ നമുക്ക് വളരെ ഈസി ആയിട്ട് കയറാം. എന്തായാലും മറ്റൊരു സിസ്റ്ററിൻ്റെ പേര് റോസ്മിത അല്ലേ? സിസ്റ്റർ എത്ര വർഷമായിട്ട് കയറുന്നതാണ്? നാടുകാണി ഇടവകയിലേക്ക് വന്നിട്ട് 10 വർഷമാവുന്നു ഈ വർഷം. ഓക്കെ. കഴിഞ്ഞ 9 വർഷമായിട്ട് തുടർച്ചയായിട്ട് കയറുമായിരുന്നു. 2024 ഒരു മോട്ടോർ വെഹിക്കിൾ ആക്സിഡൻറ്റ് സംഭവിച്ച് ഞാൻ ഒരു മൾട്ടിപ്പിൾ ഫ്രാക്ചർ ആയിരുന്നു. അപ്പോൾ ഇനി ജീവിതത്തിലേക്ക് ഒരു തിരിച്ചുവരവില്ല എന്ന് പ്രതീക്ഷിച്ചിരുന്ന ഒരു സാഹചര്യത്തിൽ ഇവിടുത്തെ മലകയറ്റവും ഈ നാടുകാണി ഇടവമക്കളുടെ കണ്ണീരണിഞ്ഞ പ്രാർത്ഥനയുമാണ് ഇന്ന് എന്നെ ഈ മല കയറാൻ ഇവിടെ ഇടയാക്കിയത്. ഒരു വർഷത്തെ ബ്രേക്കിന് ശേഷം ആദ്യമായിട്ടാണ് മല കയറുന്നത്. അതായത് ഈ ഒരു ആക്സിഡന്റ് സംഭവിച്ച ശേഷം ആദ്യമായിട്ടാണ് ഇന്ന് മല കയറുന്നത്. അതന്നെ വലിയൊരു എന്താ പറയാ, വലിയൊരു അത്ഭുതമാണ്. അല്ലെങ്കിൽ പ്രാർത്ഥന ഇവിടെ സാധ്യമാണോ എന്നോ ഞാൻ വിചാരിച്ചിരുന്നു. പക്ഷെ ഇന്ന് ഇത് സാധ്യമായിട്ടിരിക്കുകയാണ്. അത് ദൈവത്തിന്റെ, അത് തോമാശ്ലീഹായുടെ വലിയൊരു അനുഗ്രഹമായിട്ട് ഞാൻ ഇതിനെ കാണുന്നു. തീർച്ചയായിട്ടും വലിയൊരു അനുഭവ സാക്ഷിയാണ് സിസ്റ്റർ നമ്മുടെ ഈ ഒരു മലയിൽ കയറുന്നതുമായി ബന്ധപ്പെട്ട്. കഴിഞ്ഞ 9 വർഷം സിസ്റ്റർ അടുപ്പിച്ച് കയറുകയാണ്. ചേച്ചിമാരെ എന്താണ് പറയാനുള്ളത്? ഞാൻ 10-15 വർഷമായിട്ട് ഞാൻ മല കയറാറുണ്ട്. ഓരോ നിയോഗങ്ങളൊക്കെ വെച്ച് പ്രാർത്ഥിച്ച് കയറാറുണ്ട്. അത് കൂടുതലൊക്കെ സാധിച്ച് കിട്ടാറുണ്ട്. വലിയൊരു അനുഗ്രഹമായിട്ട് കണക്കാക്കുന്നു. അതല്ല, ഒരുപാട് പേര് നിയോഗങ്ങൾ വെച്ച് കയറുന്നുണ്ട് ഈ മല അല്ലേ? അതെല്ലാം സാധിച്ചു കിട്ടുന്നുണ്ട്. ഞങ്ങൾ മലയുടെ അടിവാരത്തിലാണ് താമസിക്കുന്നത്. ഞങ്ങളിവിടെ ജനിച്ചു വളർന്നതാണ്. ഇവിടെ ഞങ്ങൾക്ക് ഒത്തിരി അനുഗ്രഹങ്ങൾ തോമാശ്ലീഹയുടെ നാമധേയത്തിലെ കുരിശിൻ്റെ വഴി ചൊല്ലി എന്നും പ്രാർത്ഥനയ്ക്കും എല്ലാം ഞങ്ങളിവിടെ സഹകരിക്കുന്നുണ്ട്. അതുപോലെ കുടിക്കാൻ വെള്ളം കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഓരോ കാര്യങ്ങളെല്ലാം ഞങ്ങൾ ചെയ്യുന്നുണ്ട്. ഞങ്ങൾക്ക് ഒത്തിരി അനുഗ്രഹങ്ങൾ ഈ മലമുകളിൽ കിട്ടുന്നുണ്ട്. എന്തായാലും ഇതൊക്കെയാണ് ഇവിടുത്തെ സ്ഥിരം കയറുന്ന ആളുകളൊക്കെ നമ്മളോട് ഷെയർ ചെയ്യുന്നത്. ഈ ഒരു കുരിശുമല കയറുന്നതോടെ അവർക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങളും അത്ഭുതങ്ങളൊക്കെയാണ് ഇപ്പോൾ നമ്മൾ കേട്ടത്. സമാപന പ്രാർത്ഥന. ഞങ്ങളുടെ പാപം വലുതാണെന്ന് ഞങ്ങൾ അറിയുന്നു. എന്നാൽ അങ്ങേ കാരുണ്യം അതിനേക്കാൾ വലുതാണല്ലോ. ഞങ്ങളുടെ പാപങ്ങൾ കണക്കിലെടുക്കുമ്പോൾ അവയ്ക്ക് വേണ്ടിയുള്ള ഈ പരിഹാര ബലിയും ഗൗനിക്കണമേ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും സംസർഗവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, എപ്പോഴും എപ്പോഴും എന്നേക്കും. നമ്മുടെ കൂടെ കുറച്ച് കുട്ടിക്കൂട്ടങ്ങൾ ഇവർ താഴെ മുതൽ ഇങ്ങനെ നമ്മുടെ ഒപ്പം നല്ല എനർജറ്റിക് ആയിട്ട് ഇവിടെ കയറിയിരിക്കുകയാണ്. നമുക്ക് ഇവരോട് ചോദിക്കാം, എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങൾ ഈ ഒരു മല കയറിയുള്ള അനുഭവങ്ങൾ? ഈ മല ഞാൻ ചെറുപ്പം മുതലേ കയറുന്നതാണ്. വളരെ ദൈവാനുഗ്രഹമൊക്കെ ഇതിലൂടെ കിട്ടിയിട്ടുണ്ട്. രാവിലെ 6 മണിക്ക് ഇവിടെ വരും. താഴെ പ്രാരംഭഗാനം കയറും. ഒരു 7:30 തിരിച്ചിറങ്ങും. ഭയങ്കര ദൈവാനുഗ്രഹമായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടം. അങ്ങനെ ഏറ്റവും ചെറുതായിട്ട് ഇവനാണ് ഓടി കയറി ചാടി എന്ന് പറഞ്ഞ എങ്ങനെ ഉണ്ടായിരുന്നു? ഭയങ്കര ഇഷ്ടമാണോ ഈ മല കയറിയിട്ട്? പ്രാർത്ഥിച്ചൊക്കെയാണോ കയറാറ്? കുരിശിൻ്റെ വഴിക്ക് ചെല്ലിട്ടാണോ? ആണോ? എൻ്റെ അനുഭവം കിട്ടാറുണ്ടോ? എല്ലാ ദിവസവും പള്ളി വരുന്ന പിള്ളേരാണോ? എല്ലാ ദിവസവും പള്ളി വരും? അതല്ലേ. വിശ്വാസത്തോടു കൂടി നമ്മൾ ഒരു നിയോഗം വെച്ചത് പ്രാർത്ഥിച്ച് കയറുവാണെങ്കിൽ എൻ്റെ ജീവിതാനുഭവത്തിൽ നിന്ന് എനിക്ക് ഒത്തിരി അനുഗ്രഹങ്ങൾ പ്രത്യേകമായിട്ട് പറയാനുണ്ട്. അത് എനിക്ക് അനുഭവം ഉള്ളതുമാണ്. പിന്നെ നമ്മളിപ്പോൾ ഇവിടെ ഈ കാണുന്ന സ്റ്റീൽ കുരിശ്, അത് ഇതിന് മുൻപ് പല പ്രാവശ്യം ഒരു 25 വർഷമായിട്ടേ ഉള്ളൂ ഇത്രയും പുരോഗതി ഈ മലയ്ക്ക് വന്നിട്ട്. അപ്പോൾ 25 വർഷം മുൻപൊക്കെ അത് കോൺക്രീറ്റ് കുരിശായിരുന്നു. ആ കുരിശ് എല്ലാ വർഷവും ഇടിവെട്ടി പോകും. അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഇപ്പോൾ ഒരു 25 വർഷം മുമ്പ് അത് സ്റ്റീൽ കുരിശാണ്. അത് പെയിൻ്റ് അടിച്ചെന്ന് മാത്രമേ ഉള്ളൂ. അത് നമ്മുടെ ഗവൺമെൻറ് ഇവിടുന്ന് സ്പോൺസർ ചെയ്ത സംഭാവനയായിട്ട് ചുവന്ന് കയറ്റിയ കുരിശാണ്. അതുകൂടാതെ ഇതിലെ ഈ സൈഡിൽ കൂടെ നമ്മൾ നടന്ന് ചുമടുമായിട്ട് കയറിയിട്ടുണ്ട്. അതിലേയും ചുമന്ന് ആദ്യം കയറുമായിരുന്നു. ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് മുകളിൽ എത്താൻ ഈസിയാണെന്ന് തോന്നും എങ്കിൽ പോലും മലയാറ്റൂരുമലയൊക്കെ കയറുന്നതിലും ബുദ്ധിമുട്ട് തന്നെയാണ് ഈ മല കയറുന്നത്. അതിൻ്റെ ദൈവാനുഗ്രഹം കയറിയേക്കണവർക്കൊക്കെ ഉണ്ടായിട്ടുമുണ്ട്. അഞ്ച് മണിക്ക് നമ്മൾ കയറാൻ തുടങ്ങി. ഏകദേശം ഇപ്പോൾ സമയം 6:30. 1.5 മണിക്കൂർ കൊണ്ട് നമ്മൾ പ്രാർത്ഥിച്ച് നമ്മൾ സാവധാനം തന്നെയാണ് മല കയറി നമ്മൾ മുകളിലെത്തിയത്. മുകളിലെത്തിയപ്പോൾ ഇവിടെ കിട്ടുന്ന ഒരു അനുഭവം, നമ്മൾ താഴെ മുതൽ കയറിയപ്പോൾ കണ്ടത് ആ ഒരു നല്ലൊരു കാറ്റാണ്.
ആ മനോഹരമായ കാറ്റ് ഇവിടെ മുകളിലുമുണ്ട്. ഒപ്പം ഒരു 360 ഡിഗ്രിയിൽ മനോഹരമായ രീതിയിലുള്ള കാഴ്ചകളാണ് നമുക്ക് ഇവിടെ എത്തുമ്പോൾ ലഭിക്കുന്നത്. അതായത് ഈ ഒരു കോതമംഗലത്തിൻ്റെയും അതോടൊപ്പം തന്നെ പെരിയാർ പുഴയുടെയും ഒപ്പം ചുറ്റും മലനിരകളുടെയും പച്ചപ്പും എല്ലാമായി വളരെ മനോഹരമായൊരു വ്യൂ ആണ് ഇതിൻ്റെ മുകളിൽ കിട്ടുന്നത്. ഏകദേശം ഒരു 3000 അടിയാണ് സമുദ്രനിരപ്പിൽ നിന്ന് ഈ മലയുടെ മുകളിലേക്ക്. അതോടൊപ്പം തന്നെ ഒരു 1.5 കിലോമീറ്റർ ഓളമാണ് ഈ മല കയറാനായിട്ട് എത്തുന്നതും. എന്തായാലും ഒരുപാട് എല്ലാ ആൾക്കാർക്കും തന്നെ, അതായത് നമ്മുടെ ഒപ്പം തന്നെ കയറിയത് കുട്ടികൾ മുതൽ പ്രായമായവർ തന്നെ നമ്മുടെ ഒപ്പം കയറി. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും തന്നെ പ്രാർത്ഥിച്ച് ഇവിടെ കയറാനുള്ള നമുക്ക് സാധിക്കും. എന്തായാലും ഇന്നത്തെ ഈ ഒരു കുരിശുമലയുടെ പ്രോഗ്രാം അതിൻ്റെ ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് റോബിനച്ചൻ നമ്മളോടുമായി ഈ ഒരു കുരിശുമലയെ ബന്ധപ്പെട്ടും ഇവിടുത്തെ തിരുക്കർമ്മങ്ങളെക്കുറിച്ചൊക്കെ നമ്മളുമായി പങ്കുവെക്കുകയാണ്. അച്ഛാ, ഇപ്പോൾ നോമ്പ് കാലമാണ്. എങ്ങനെയാണ് ഇവിടുത്തെ തിരുക്കർമ്മങ്ങൾ? വിശ്വാസികൾക്ക് മുകളിൽ കയറി വന്നാൽ മുകളിൽ വന്നുള്ള തിരുക്കർമ്മങ്ങൾ എങ്ങനെയാണ്? പള്ളിയിൽ എങ്ങനെയൊക്കെയാണ്? ഒന്ന് കാര്യങ്ങളൊക്കെ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് പറയുമോ? തീർച്ചയായിട്ടും. നാടുകാണി മല ഈ നാടിൻ്റെ ഒരു അനുഗ്രഹമാണ്. ഒരു ഉയർന്ന മലയെന്ന് പറയുന്നത് ഇവിടുത്തെ പ്രാർത്ഥനാമുദ്രങ്ങൾ ഈ നാടിന് മുഴുവൻ വലിയൊരു സംരക്ഷണ കവചം ഒരുക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നാനാജാതി മതസ്ഥരായ ആളുകൾ സ്ഥിരമായിട്ട് മല കയറുന്നത്. ഇപ്പോൾ രാവിലെയുണ്ട്, വൈകുന്നേരങ്ങളിലുണ്ട്, ഇതുപോലെ സന്ധ്യാസമയങ്ങളിലേക്ക് ഒരുപാട് ആളുകൾ പല ഭാഗത്തു നിന്ന് വന്ന് കയറുന്നുണ്ട്. നമ്മൾ പള്ളിയിൽ തിരുക്കർമ്മങ്ങൾ ഒരുക്കിയിരിക്കുന്ന എല്ലാ വെള്ളിയാഴ്ചയും നമ്മൾ രാവിലെ 6:30 താഴെ കപ്പേളയിൽ നിന്ന് നമ്മളിപ്പോൾ കയറിയ പോലെ തന്നെ പ്രാരംഭ പ്രാർത്ഥനയായിട്ട് കുരിശിൻ്റെ വഴിയായിട്ട് ഇടവകയുടെ ശുശ്രൂഷയായിട്ട് ഇവിടെ മലമുകളിലെത്തും. ഇവിടെ സമാപന പ്രാർത്ഥനയും ആശീർവാദവും എല്ലാം കഴിഞ്ഞ് നമ്മൾ എല്ലാ വെള്ളിയാഴ്ചകളിൽ ശുശ്രൂഷകൾ തീരും. അതുപോലെ വൈകുന്നേരങ്ങളിൽ 5 മണിക്ക് പള്ളിയിൽ വിശുദ്ധ കുർബാന, പള്ളിയിൽ തന്നെ കുരിശിൻ്റെ വഴി ഒരു വചനപ്രഘോഷണം, അതുപോലെ തന്നെ കുരിശിൻ്റെ വഴി ദിവ്യകാരുണ്യ ആരാധന, ഇങ്ങനെ ശുശ്രൂഷകളെല്ലാം ഒരുക്കിയിട്ടുണ്ട്. പ്രധാനമായിട്ടും 40-ാം വെള്ളിയാഴ്ച കഴിഞ്ഞ് വരുന്ന ശനിയാഴ്ച, അത് കോഴിക്കോട്ടെ ശനിയാഴ്ചയിൽ ഈ വർഷം അഭിവന്ധ്യ ജോർജ് മർത്തിക്കണ്ടത്തിൽ പിതാവ് 3:30 വിശുദ്ധ കുർബാന അർപ്പിക്കും ഇടവക ദേവാലയത്തിൽ. അന്നേ ദിവസം നമ്മൾ മലകയറ്റം ക്രമീകരിച്ചിരിക്കുന്നത് പ്രധാനമായിട്ട് നമ്മുടെ യുവജനങ്ങൾക്ക്, പ്രവാസികൾക്ക്, വൈദികർക്ക്, സമർപ്പിതർക്ക്, ഈ 4 കാറ്റഗറിയിൽപ്പെട്ട, പ്രത്യേകിച്ച് നമ്മുടെ പ്രാർത്ഥനകളെ ശക്തിപ്പെടുത്തേണ്ട 4 മേഖലയിൽപ്പെട്ട ശുശ്രൂഷ ആളുകൾക്ക് വേണ്ടിയിട്ടാണ് പ്രധാനമായിട്ടും നമ്മൾ ഈ ശുശ്രൂഷകൾ ക്രമീകരിച്ചിരിക്കുന്നത്. നമ്മുടെ ഒരു നിയോഗം അതാണ്. അതായത് ഏറ്റവും കൂടുതൽ പ്രവാസികൾ ഇപ്പോൾ ഒരുപാട് നമുക്ക് പുറത്തുണ്ട്. അത് ഇടവകയിൽ മാത്രമല്ല, നമ്മുടെ ഈ കേരളത്തിൽ മുഴുവനുണ്ട്. പക്ഷേ പ്രവാസികൾ പുറമേ കാണുന്ന പോലെ ഒന്നുമല്ല, ഒരുപാട് കഷ്ടപ്പെട്ടതിലൂടെയും സഹനത്തിലൂടെയും കടന്നു പോകുന്ന പ്രവാസികളുണ്ട്. അപ്പോൾ നമ്മുടെ പ്രാർത്ഥനകൾ അവർക്ക് ബലമായിട്ട് മാറണം. അതുപോലെ തന്നെ നമ്മുടെ യുവജനങ്ങൾ, തീർച്ചയായിട്ടും നമുക്കറിയാം കേരളത്തിൻ്റെ ഇന്നത്തെ ഒരു അവസ്ഥയിൽ ഒരുപാട് യുവജനങ്ങൾ കൈവിട്ടു പോകപ്പെടുന്നുണ്ട്. അതുപോലെ തൊഴിലില്ലാത്തതിൻ്റെ പേരിൽ സങ്കടങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരുപാട് യുവജനങ്ങളുണ്ട്. അവർക്ക് പ്രാർത്ഥന നമുക്ക് ബലമായി മാറണം. ഈ വർഷം നമ്മുടെ കോതമംഗലം രൂപതയുടെ KC വൈമരി കൂടി ആഭിമുഖ്യത്തിലാണ്, രൂപതാ തലത്തിലുള്ള എല്ലാ യുവജനങ്ങളുടെയും ആഭിമുഖ്യത്തിൽ നമ്മൾ മലകയറ്റം വയ്ക്കുന്നു. അതുപോലെ ഈ കാലഘട്ടത്തിൽ ദൈവത്തിൻ്റെ കരുണയുടെ ഉപകരണങ്ങളായി മാറേണ്ട നമ്മുടെ വൈദികർക്കും നമ്മുടെ സമർപ്പിതർക്കും വേണ്ടി പ്രാർത്ഥിക്കാനുള്ള ഉത്തരവാദിത്വം ദൈവജനത്തിനുണ്ട്. ഈ ശുശ്രൂഷയിലൂടെ നമ്മൾ നിർവഹിക്കുക. നമ്മുടെ വൈദികരെയും നമ്മുടെ സമർപ്പിതരെയും പ്രാർത്ഥനയിലൂടെ ശക്തിപ്പെടുത്തുക. അല്പം ത്യാഗപൂർണ്ണമാണ് ഈ മലകയറ്റം. സമർപ്പിത ജീവിതം, വൈദിക ജീവിതമൊക്കെ നമുക്കറിയാം വലിയ ത്യാഗപൂർണ്ണമായൊരു ജീവിതമായിട്ട് മാറുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ചെറിയ ത്യാഗങ്ങൾ നമ്മുടെ വൈദികരുടെയും നമ്മുടെ സമർപ്പിതരുടെയും നമ്മുടെ സഭയുടെയൊക്കെ വിശുദ്ധീകരണത്തിന് അവരെയൊക്കെ ബലപ്പെടുത്താനൊക്കെ ആയിട്ട് ആ ഒരു പ്രത്യേക നിയോഗത്തോടു കൂടിയാണ് നമ്മൾ ഈ വർഷത്തെ ശുശ്രൂഷകൾ വയ്ക്കുക. അതുപോലെ തന്നെ ദുഃഖവെള്ളിയാഴ്ച രാവിലത്തെ ശുശ്രൂഷകൾക്ക് ശേഷം ഇടവക സമൂഹം മല കയറുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് ചുറ്റുപാടുമുള്ള മറ്റിടവുകളിൽ നിന്നൊക്കെയുള്ള ആളുകളെല്ലാം വരുന്നുണ്ട്. അപ്പം ഈ പ്രദേശത്തുള്ള ആളുകളുടെ ഒരു വലിയൊരു ആത്മീയതയുടെ, അത് കത്തോലിക്കരുടെ മാത്രമല്ല ഇതര ക്രൈസ്തവ സഭകളുടെ, അക്രൈസ്തവരുടെ ഒക്കെ ഒരു വലിയ കൂട്ടായ്മയുടെ ഐക്യത്തിൻ്റെയൊക്കെ പ്രതീകമായിട്ടാണ്. അതിൻ്റെ തീർച്ചയായിട്ടും നാടിൻ്റെ ഒരു അനുഗ്രഹമായിട്ടാണ് ഈ മല കയറ്റം ഉണ്ടാവുക. നാടുകാണി മല എന്ന് പറയുന്ന ഒരു എന്താ പറയുക, കാഴ്ചയുടെ ഇടം മാത്രമല്ല, നമുക്കറിയാം ഒരുപാട് കാഴ്ചയുടെ വിസ്മയങ്ങൾ നമുക്ക് ചുറ്റും നമുക്ക് കാണാം അല്ലേ. ഏതാണ്ട് 7ഓളം ദേവാലയങ്ങൾ നമുക്ക് ഇവിടെ കയറി നിൽക്കുമ്പോൾ കാണാം. അതായത് പക്ഷേ ഈ മലയെന്ന് പറയുന്നത് ഈ നാടിൻ്റെ ഒരു അനുഗ്രഹമാണ്, ഐശ്വര്യമാണ്, കൃപയുടെ സമൃദ്ധിയുടെ ഒരു ഇടമാണ്, പ്രാർത്ഥനയുടെ ഒരു ഇടമാണ്. അപ്പോൾ അത്തരം ഒരു ഒരു അനുഭവത്തിലൂടെയാണ് ഇവിടെ കയറുന്ന ഓരോ വ്യക്തികളും കടന്നു പോവുക. എന്തായാലും ഈ പറഞ്ഞ ദിവസങ്ങളിലൊക്കെ നമുക്ക് ആഘോഷമായിട്ട് കയറാമെങ്കിലും എല്ലാ ദിവസവും തന്നെ മല കയറുന്നവർ ഒരുപാട് ആൾക്കാർ. എനിക്ക് തോന്നുന്നത് നമ്മൾ പ്രിഫർ ചെയ്യുന്ന സമയം എന്ന് വെച്ചാൽ രാവിലെ അല്ലേ, മോർണിംഗിൽ രാവിലെയും വൈകിട്ടാണ്. കാരണം ഇത് നല്ല പാറയാണ്. ഉച്ച സമയത്തൊക്കെ പാറയെന്നുള്ള ചൂട് അസഹനീയമായിരിക്കും. പിന്നെ നമുക്ക് ഇവിടെ മേളിൽ നമുക്ക് വെള്ളത്തിന്റെ സൗകര്യങ്ങളൊന്നും അധികം ഇല്ല അല്ലേ. നമ്മൾ ചെയ്യുന്നത് താഴെ നിന്ന് പോരും നമ്മൾ ഔദ്യോഗികമായിട്ട് വെക്കുന്ന ക്രമീകരണങ്ങൾ നമ്മൾ വെള്ളം കൊടുത്തു വിടും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ബോട്ടിലിനകത്തുള്ള വെള്ളം കൊടുത്തു വിടും. ബോട്ടിൽ അങ്ങനെ റിസീവ് ചെയ്യാനുള്ള സൗകര്യങ്ങൾ ക്രമീകരിക്കും, വേറെ വേസ്റ്റ് നഷ്ടപ്പെട്ട് പോകാതെ. അതുപോലെ തന്നെ എല്ലാ മെഡിക്കൽ സൗകര്യങ്ങൾ, അതുപോലെ തന്നെ മറ്റ് ക്രമീകരണങ്ങളെല്ലാം എല്ലാ സംവിധാനങ്ങളും ഒരുക്കി വയ്ക്കും. അതുപോലെ തന്നെ നമ്മൾ ഭക്ഷണം കൊടുക്കാറുണ്ട്. ഓരോ വർഷവും നമ്മൾ മല കയറി വരുന്ന ദുഃഖവെള്ളിയാഴ്ചയൊക്കെ നമ്മൾ ഭക്ഷണം കൊടുക്കാറുണ്ട്. മലമുകളിൽ പ്രാർത്ഥിക്കുന്ന, അതായത് രാത്രി മുഴുവൻ പ്രാർത്ഥിക്കുന്ന ആളുകളുണ്ട് ഈ മലമുകളിൽ. അത് അപൂർവമായിട്ട് തന്നെ ഉള്ളതെന്ന് വേണമെങ്കിൽ പറയുമെങ്കിൽ പോലും ചില ആളുകൾ ഞാൻ കണ്ടിട്ടുണ്ട് അങ്ങനത്തെ ആളുകൾ. അതായത് വൈകുന്നേരങ്ങളിൽ വന്ന്
ഇവിടെ വന്ന് നമ്മുടെ ഏതെങ്കിലും വീടുകളിൽ വണ്ടി കയറ്റിയിട്ട് വന്ന് രാത്രി മുഴുവനോ അല്ലെങ്കിൽ ഒരു 2-3 മണിക്കൂറോ ഒക്കെ മലമുകളിൽ വന്ന് സ്വസ്ഥമായിട്ട് പ്രാർത്ഥിക്കുന്ന ആളുകളെ നമ്മൾ കണ്ടിട്ടുണ്ട്. വളരെ പ്രാർത്ഥനാ അനുഭവത്തിൽ ആ ഒരു ഫീൽ ഇവിടെ വരുമ്പോൾ കിട്ടും. നമ്മൾ നല്ല സത്യം പറഞ്ഞാൽ കയറി വരുമ്പോൾ പല ചേട്ടന്മാരും പറഞ്ഞു മേളിൽ വന്ന് നമുക്ക് തിരിച്ച് താഴേക്ക് ഇറങ്ങാൻ തോന്നില്ല എന്ന്. അത്തരത്തിലുള്ള വളരെ മനോഹരമായ ഒരു ക്ലൈമറ്റും കൂടിയാണ് ഇതിൻ്റെ മേളിൽ. ആ ഒരു അനുഭവം നമുക്ക് ലഭിക്കുന്നു. എന്തായാലും കുരിശുമലകളുടെ ഈ ഒരു ഇന്നത്തെ ഈ എപ്പിസോഡിൽ നമ്മൾ നാടുകാണി കുരിശുമലയെക്കുറിച്ചാണ് അറിഞ്ഞത്. ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അടുത്ത കേരളത്തിലെ മറ്റൊരു പ്രധാനപ്പെട്ട കുരിശുമലയുമായി നമുക്ക് അടുത്ത ആഴ്ച വീണ്ടും കാണാം. നന്ദി.